LDF ഭരണകാലത്ത് കേരളത്തിലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മണിക്കൂറുകൾക്കകം പരിഹരിക്കാൻ കഴിയുമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയായി 2 മാസം പിന്നിടുമ്പോഴേക്കും കേരളത്തിൽ 8 പേരാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതെന്ന് മുൻ MLA ആന്റണി ജോൺ പറഞ്ഞു. വന്യമൃഗശല്യത്തിനെതിരെ പുന്നേക്കാട് നടന്ന പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കേരളത്തിലെ വന്യമൃഗശല്യം മണിക്കൂറുകൾക്കകം പരിഹരിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ 10 വർഷമായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞുകൊണ്ടിരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയെ 2 മാസം പിന്നിടുമ്പോഴേക്കും സംസ്ഥാനത്ത് 8 പേരാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെന്ന് മുൻ MLA ആന്റണി ജോൺ പറഞ്ഞു. കീരമ്പാറ പഞ്ചായത്തിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് CPIM കീരമ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നേക്കാട് നടന്ന ജനകീയ പ്രതിഷേധ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. VD സതീശൻ നിരന്തരം കോതമംഗലത്ത് വന്നു പോലും പറഞ്ഞിട്ടുണ്ട്. നിരന്തരമായി പറയുകയാണ്, ഭരിക്കുന്ന ഗവൺമെന്റിന് സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മണിക്കൂറുകൾക്കകം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയം മാത്രമാണ് കേരളത്തിലെ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതുമാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം നിരന്തരമായി പറയുകയാണ്, ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ വന്യമൃഗങ്ങളുടെ മുന്നിലേക്ക് തള്ളിയിട്ടിട്ട് ഗവൺമെന്റ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെന്ന് നിരന്തരമായി പറഞ്ഞ ആളല്ലേ. എന്താ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി ചോർന്നുപോയോ? ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്തേ അദ്ദേഹം 2 മാസമായാലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? 8ലേറെ ആളുകളല്ലേ ഈ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ താളുങ്കണ്ണ കോളനിക്ക് അപ്പുറത്ത് പൊങ്ങുംചോട് ആ ഉന്നതിയിലടക്കം ഒരാൾ കൊല്ലപ്പെട്ടില്ലേ? എത്രയധികം ആക്രമണങ്ങളാണ് അദ്ദേഹം ചുമതലയേറ്റ് 2 മാസം പിന്നിടുമ്പോഴും എത്ര ജീവഹാനികളാണ് കേരളത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ ഇച്ഛാശക്തി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? നമ്മൾ മനസ്സിലാക്കട്ടെ. വെറുതെ രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളെയും കണ്ടുകൊണ്ട് സമീപനം സ്വീകരിച്ച ആളുകളല്ലേ. നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. കഴിഞ്ഞ 1 മാസമായി കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി സൃഷ്ടിക്കുന്ന കാട്ടാനകൾ 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിലെ 1, 2 വാർഡ് പ്രദേശങ്ങളിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ആനകളെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുന്നതിന് വനംവകുപ്പ് ഇതുവരെ കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ല. അടിക്കടി കാട്ടാന ആക്രമണം ഉണ്ടായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്ത കോതമംഗലം MLA ഷിബു തെക്കുമുറത്തിന്റെയും പഞ്ചായത്ത് ഭരണാധികാരികളുടെയും നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനവും പൊതുസമ്മേളനവും. കാട്ടാന ശല്യം രൂക്ഷമായ കൃഷ്ണപുരം നഗറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ പ്രദേശവാസികളായ വീട്ടമ്മമാരും കുട്ടികളും മുതിർന്ന പൗരന്മാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. പ്രകടനത്തിന് ശേഷം പുന്നേക്കാട് കവലയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ വാർഡ് മെമ്പർ ജിജു ആന്റണി അധ്യക്ഷത വഹിച്ചു. CPIM കീരമ്പാറ ലോക്കൽ സെക്രട്ടറി MS ശശി സ്വാഗതവും കൃഷ്ണപുരം ബ്രാഞ്ച് സെക്രട്ടറി അർജുൻ PS നന്ദിയും പറഞ്ഞു. CPIM കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗം സാബു വർഗീസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KO കുര്യാക്കോസ്, VC ചാക്കോ, EP രഘു, ജോമോൻ കുര്യൻ, മനിൽ തോംബ്ര, അൽഫോൺസ സാജു, മനു മാത്യു എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ലൈഫ് മലയാളം, കീരമ്പാറ.